ബുക്ക് ഉണ്ടാക്കിയാലോ? അപ്പം നമ്മൾ അസൈൻമെൻറ്റ് ഷീറ്റ്സ് വെച്ചിട്ടാണ് നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേജസ് വേണോ അതിനനുസരിച്ച് അസൈൻമെൻറ്റ് ഷീറ്റ്സ് എടുത്ത് വീഡിയോ കാണുന്ന പോലെ പകുതിയായി മടക്കിയെടുക്കാം. സൂചി വെച്ച് തുന്നിയിട്ടുള്ള ടെക്നിക്ക് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫെവിക്കോൾ വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പം ഇതുപോലെ എല്ലാം എടുത്തതിന് ശേഷം ക്ലിപ്സ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എങ്ങാനും ഈ സംഭവം ഇളകിപ്പോയല്ലോ, അതുകൊണ്ട് ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പീസ് പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതോടെ കഴിഞ്ഞ് നമ്മുടെ ബുക്കിൻ്റെ പേജസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ബുക്ക് ഒന്ന് തുറന്നൊക്കെ നോക്കാം. പിന്നെ നോട്ട് പോയിന്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം തുറക്കുക. ഇനി നമ്മുടെ ബുക്കിൻ്റെ കവർ ഉണ്ടാക്കാം. ബുക്കിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് 2 പീസും പിന്നെ നടുക്ക് വെച്ച് കൊടുക്കാൻ 1 പീസും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഫ്രണ്ടിലേക്ക് 2 പീസ് ആവശ്യമുണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിന് ഞാൻ കേക്കിൻ്റെയൊക്കെ ബോക്സ് ഉണ്ടാവുമല്ലോ, ആ ബോക്സാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്കുള്ള കാർഡ്ബോർഡ് പീസിൽ നിന്ന് വീഡിയോ കാണുന്ന പോലെ ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത് നമ്മൾ ഫ്രണ്ടിലേക്കായിട്ട് എടുത്തിട്ടുള്ള അടുത്ത പീസിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതും കൂടി ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 3 പീസസായി. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പിന്നെ നടുവിലേക്കുള്ള ചെറിയ പീസ്. നമ്മുടെ ബുക്ക് നമുക്ക് തുറക്കുക അടുക്കൊക്കെ വേണമല്ലോ, അതിനുവേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോ കാണുന്ന പോലെ പേപ്പറോ മാസ്കിംഗ് ടേപ്പോ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ക്ലോത്ത് എടുത്ത് കവറിൻ്റെ വലുപ്പം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ 4 കോർണറും കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നത് ഫ്രണ്ടിലാണ്. നമ്മൾ ആ വെട്ടിയെടുത്ത റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, അതും കാണുന്ന രീതിയിൽ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ കുഴിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഫ്രണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് എല്ലാ കോർണേഴ്സും മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കണേ. ഇനി നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് വെട്ടിയെടുത്ത കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിനേക്കാളും സൈസ് കുറഞ്ഞ വലിപ്പത്തിൽ ഒരു പീസ് പേപ്പർ കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് വെട്ടിയെടുത്തിട്ട് ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, നിങ്ങളതും വരച്ചു കൊടുത്താൽ മതി. ഇനി ആ പിക്ചർ എടുക്കുക, നമ്മുടെ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ആ റെക്റ്റാങ്കിൾ പോർഷനിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി കുറച്ച് അലങ്കോല പണികൾക്കായിട്ട് ഒരു പീസ് റിബൺ എടുക്കുന്നുണ്ട്. അത് ബുക്കിൻ്റെ നടുവിലേക്ക് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് ഒരു അസൈൻമെൻറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബുക്ക് എടുക്കുക. ബുക്കിലെ ഫ്രണ്ടിലെ പേജും ബാക്കിലെ പേജും 2 സൈഡിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നടുവിലെ പോർഷൻ ഒട്ടിക്കരുത്, പണി കിട്ടും, ബുക്ക് തുറക്കാൻ പറ്റില്ല. അപ്പം അത്രയേ ഉള്ളൂ, ബുക്ക് സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.